എം.ആർ. അജിത് കുമാർ ഒടുവിൽ നടപടിക്ക് വിധേയനായിരിക്കുന്നു. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിനുള്ള കാരണം ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ആ ഗൺമാൻമാരുടെ മർദ്ദനക്കേസ് അട്ടിമറിച്ചതിൻ്റെ പേരിലാണ്. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ആ നടപടി വന്നിരിക്കുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ എം.ആർ. അജിത് കുമാറിനെതിരെ ഇതിനു മുമ്പും പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. കേരളം വളരെയധികം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമാവുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിലൊക്കെ യു ഡി എഫ് സർക്കാർ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവരൊക്കെ മൗനം അവലംബിക്കുകയുമാണ്. അജിംസ്, ഈ അജിത് കുമാറിനെതിരെ നടപടി വന്നു എന്നുള്ളത് തന്നെ അത്ഭുതമാണോ? അല്ല, ഈ സസ്പെൻഷൻ എന്നുള്ള നടപടി നമ്മൾ അങ്ങനെ തന്നെ കാണണം. അപ്പോൾ എല്ലാത്തിലും നമ്മൾ നെഗറ്റീവ് നോക്കിക്കൊണ്ടിരിക്കുകയല്ലോ. ഈ യഥാർത്ഥത്തിൽ എം.ആർ. അജിത് കുമാറിനെ കൊടുക്കാനോ സസ്പെൻഡ് ചെയ്യാനോ ഈ സർക്കാർ ആഗ്രഹിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഗൺമാന്മാരുടെ മർദ്ദന കേസ് അന്വേഷിക്കാൻ ഒരു SIT നിയോഗിച്ചു എന്നുള്ളൊരു നടപടിയാണ് UDF സർക്കാർ സ്വീകരിച്ചത്. SIT അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ കേസ് അട്ടിമറിച്ചത് എം.ആർ. അജിത് കുമാറാണെന്ന് SIT കണ്ടെത്തുന്നത്. ആക്ച്വലി ഇതൊരു കൊളാട്രൽ ഡാമേജാണ്. അതായത് സർക്കാർ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ അജിത് കുമാറിനെ ഇതിൽ പെടുത്തണം. സർക്കാരിനും അറിയുണ്ടാവില്ല ഇത് ആരാണ് ഇടപെട്ടെന്ന് അറിയില്ല. SIT അന്വേഷിച്ചപ്പോൾ വളരെ നിർണായകമായ 2 മൊഴികൾ കിട്ടുന്നു. അവർ പറയുന്നു എം.ആർ. അജിത് കുമാറിൻ്റെ ഓഫീസാണ് ഇത് ഇടപെട്ട് ഈ അന്വേഷണം അട്ടിമറിച്ചതെന്ന് പറയുന്നു. അപ്പോൾ അത് സ്വീകരിക്കാതിരിക്കാൻ, അത് തള്ളിക്കളയാൻ കഴിയില്ല സർക്കാരിന്. അപ്പോൾ DGPയിൽ നിന്ന് റിപ്പോർട്ട് കിടുന്നു, SIT റിപ്പോർട്ട് വാങ്ങുന്നു, ക്യാബിനറ്റ് ഡിസൈഡ് ചെയ്യുന്നു, സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ മെറിറ്റിൽ തന്നെ കാണണം. അതൊരു നല്ല നടപടിയാണ്. ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ, തങ്ങളുടെ അധികാരം ആര് ദുരുപയോഗം ചെയ്താലും അവർക്കെതിരെ നടപടി ഉണ്ടാവും. അത് അജിത് കുമാറിനോടുള്ള വ്യക്തിവിരോധമല്ല, അതാര് ചെയ്താലും ഉണ്ടാവും. അതൊരു ഒരു നയമാണ്, ഒരു സർക്കാരിൻ്റെ നയമായിട്ട് നമുക്കതിനെ കാണാം. ആഭ്യന്തരമന്ത്രിയാണ് പറയുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പോളിസിയായിട്ട് നമുക്ക് എടുക്കണം. ആഭ്യന്തരമന്ത്രിയാണ് പറയുന്നത്. അത് അജിത് കുമാറിനോട് മാത്രമല്ല, ആര് ചെയ്താലും ഉണ്ടാവുമെന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ നമ്മൾ അതിനെ മുഖവിലയ്ക്ക് എടുക്കണം. അപ്പോൾ ആ ഒരു വിഷയത്തിൽ അതിൻ്റെ മെറിറ്റിൽ നമ്മൾ അതിനെ അംഗീകരിക്കണം. അവിടെ നൗഫൽ ചോദിക്കുന്ന മറ്റൊരു കാര്യം, ഈ വേറെയും ആരോപണങ്ങളുണ്ടല്ലോ, അതിനോട് ഈ UDF സർക്കാരിൻ്റെ നിലപാട് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഈ സമയത്ത് ഉന്നയിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഗൺമാന്മാരെ മർദ്ദിച്ചത് അജിത് കുമാറല്ല. ആ കേസിൽ എന്ത് ചെയ്യണം? ഗൺമാന്മാരെ സഹായിക്കുകയാണ് ചെയ്തത് എം.ആർ. അജിത് കുമാർ. അത് ആർക്ക് വേണ്ടിയാണ്? അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി പല ഉപകാരങ്ങളും ചെയ്തിട്ടുള്ള ആളാണ് എം.ആർ. അജിത് കുമാർ. വിജിലൻസ് മേധാവിയായിരിക്കുമ്പോൾ സ്വപ്ന സുരേഷിനെയും സരിത്തും എന്തോ ഒരു കാര്യം, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കാര്യം വെളിപ്പെടുത്തുകയാണെന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് അവർ ഫ്ലാറ്റിലെത്തി മഫ്റ്റിയിൽ വിജിലൻസുകാരെ വിട്ട് അവരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടോ എന്ന ദൃശ്യങ്ങൾ നമുക്കറിയാം. അത് ആര് പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് നമുക്കറിയാം. അത് വലിയ വിവാദമായപ്പോൾ പിന്നെ എം.ആർ. അജിത് കുമാറിനെ വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താണ് പിണറായി വിജയൻ ചെയ്തത്. പിന്നീട് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ടാണ്. അപ്പോൾ പിണറായി വിജയന് വേണ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് എം.ആർ. അജിത് കുമാർ. അദ്ദേഹത്തിന് വേണ്ടിയാണ് അത് ചെയ്തത്. അവിടെ എന്ത് ചെയ്യുന്നു? UDF സർക്കാർ അതിശക്തമായൊരു നിലപാട് സ്വീകരിക്കുന്നു, സസ്പെൻഡ് ചെയ്യുന്നു. ഇനി യഥാർത്ഥത്തിൽ എം.ആർ. അജിത് കുമാറിന് മേലെ ആരോപിക്കപ്പെട്ട ഏറ്റവും ഗുരുതരമായ ആരോപണം എന്താണ്? അത് RSS മേധാവി ദത്താത്രേയ വത്സപലയെ പോയി കണ്ടു. സർക്കാർ വാഹനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ സഞ്ചരിച്ചു. അവിടെ നിന്ന് സ്വകാര്യ വാഹനത്തിൽ പോയി അദ്ദേഹവുമായി ചർച്ച നടത്തി. 2 ആഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന പിന്നീട് നടക്കുന്ന തൃശ്ശൂർ പൂരം, മാർച്ചിലാണ് കാണുന്നത്, ഏപ്രിൽ നടക്കുന്ന തൃശ്ശൂർ പൂരം കലങ്ങുന്നു. തൊട്ടുടനെ നടക്കുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിക്കുന്നു. അവിടെ ഈ പൂരം കലക്കിയത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണം ഉയർത്തുന്നത് അന്ന് LDFിലെ ഘടകകക്ഷിയായ CPI ആണ്. സ്ഥാനാർത്ഥി തന്നെ ഉന്നയിക്കുന്നു. ആ വിഷയം ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന അന്ന് LDFിലുണ്ടായിരുന്ന PV അൻവറാണ്. അദ്ദേഹം നേരിട്ട് പരാതി കൊടുക്കുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. അപ്പോൾ ഈ പരാതികളൊക്കെ ഉണ്ടാവുകയും അത് കേരളത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തതിനു ശേഷം അന്നത്തെ LDF സർക്കാർ ഒരു 3 തല അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിയ ഉത്തരവിൻ്റെ ഒരു പ്രത്യേകത, ആ അന്വേഷണം എന്ന് അവസാനിക്കണമെന്ന് അതിൽ പറഞ്ഞിട്ടില്ല. ഇത്ര മാസങ്ങളിൽ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും നടക്കാം. അതിപ്പോഴും നടക്കുന്നുണ്ടാവും, നമുക്കറിയില്ല. ആ 3 തല അന്വേഷണത്തെക്കുറിച്ചുള്ള UDF സർക്കാരിൻ്റെ നിലപാടെന്താണ്? അതേക്കുറിച്ച് ഇന്ന് ഏതോ മാധ്യമപ്രവർത്തനം അത് ചോദിക്കുന്നുണ്ട് ആഭ്യന്തരമന്ത്രിയോട്. ഇത് മാത്രമല്ലോ അദ്ദേഹത്തിനെതിരെ വേറെ അന്വേഷണം ഉണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ നൈസായിട്ട് അതിന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. വേറൊരാളുടെ ചോദ്യത്തോട് റിയാക്ട് ചെയ്തുകൊണ്ട് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനോടുള്ള UDF സർക്കാരിൻ്റെ നിലപാടെന്താ? അത് മുഖ്യമന്ത്രി പറയണം, വി.ഡി. സതീശൻ പറയണം. പൂരം കലക്കിയത് ഈ ദത്താത്രേയ വത്സപലയെ പോയി എം.ആർ. അജിത് കുമാർ കണ്ടു എന്നുള്ള സ്ഫോടനാത്മകമായ വിവരം പുറത്തുവിട്ടത് വി.ഡി. സതീശൻ അന്ത പ്രതിപക്ഷ നേതാവ്. എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോപണത്തെ തുടർന്ന് സംസ്ഥാന പോലീസ് അന്വേഷിച്ച ആ അന്വേഷണം എന്തായെന്ന് UDF സർക്കാർ പറയണ്ടേ? വി.ഡി. സതീശൻ പറയണ്ടേ? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയണ്ടേ? എവിടെയാ 3 തല അന്വേഷണം? അതെപ്പോൾ പൂർത്തിയാവും? അത് ഈ സർക്കാർ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടോ? അത് പ്രധാനമാണ്. ആ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണമാണ്. അത് ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടോ ഇല്ലേ? അല്ല, ഈ അന്വേഷണം ശരിയല്ല, അത് വേണ്ട, എന്തെങ്കിലും ഒരു നിലപാട് വേണ്ടേ? അപ്പോൾ പ്രശ്നം ഇത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ എം.ആർ. അജിത് കുമാറിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു കൊലാട്രൽ ഡാമേജാണ്.
യഥാർത്ഥ പ്രശ്നം അവിടെ കിടക്കുകയാണ്. അതിൽ തൊടുന്നില്ല എന്ന് മാത്രമല്ല, അതേപ്പറ്റി സംസാരിക്കുന്ന പോലുമില്ല. പൂരം കലങ്ങിയത് ഒരു വിഷയമേ അല്ല. സുരേഷ് ഗോപി ജയിച്ചത് വിഷയമല്ല, തോറ്റത് മുരളീധരനാണ്. കുറഞ്ഞ പക്ഷം അദ്ദേഹം ക്യാബിനറ്റിലുണ്ടല്ലോ. അത് 3-ാം സ്ഥാനത്ത് പോയത് കെ മുരളീധരനാണ്. അദ്ദേഹം ക്യാബിനറ്റിലുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടപ്പെടേണ്ടതാണ്. മുരളീധരനെങ്കിലും പറയണം, എന്നെ തോപ്പിച്ച ആ പൂരം കലക്കൽ കേസിൻ്റെ അന്വേഷണം എന്നായത് ക്യാബിനറ്റിൽ മുരളീധരൻ ചെന്നിത്തലയോട് ചോദിക്കണം. ചില വിഷയങ്ങളിലും തൊടാൻ ഈ സർക്കാർ മടിക്കുന്നുണ്ടോ? അല്ല, അതിൽ ഈ എം.ആർ. അജിത് കുമാറിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ എം.ആർ. അജിത് കുമാറിന് നടപടി ഉണ്ടാവില്ല എന്നുള്ള മട്ടിലായിരുന്നു, ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അതല്ല, സർക്കാർ നടപടി എടുത്തു. അത് ധീരമായൊരു നടപടി തന്നെയാണ്. കാരണം കേരളത്തിലല്ല കേന്ദ്രത്തിലും പിടിപാടുള്ള ഏറ്റവും ഒരു സൂപ്പർ DGP ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന പെരുമാറിയിട്ടുള്ള ആൾ എന്നുള്ള നിലക്കാണല്ലോ എം.ആർ. അജിത് കുമാർ കരുതപ്പെട്ടിരുന്നത്. അത് നമ്മൾ കാണും. ഒരേ സമയം മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ടവനാകുക, RSS ജനറൽ സെക്രട്ടറി ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുക, അത് രണ്ടിനും ഒരേ സമയം സാധിക്കുന്ന ഒരാൾ അങ്ങനെയായിരിക്കും. അതെന്തോ അദ്ദേഹത്തിന് പിടിപാടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ മാത്രമല്ല അവിടെയും നല്ല പിടിപാടുള്ള ആളാണെന്നുള്ളതാണ്. അപ്പോൾ ആ മനുഷ്യൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിവാദ നായകനായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഇത് മാത്രമല്ല കൊലാറ്ററൽ ഡാമേജ്. മലപ്പുറത്ത് ഈ സംഭവ പരമ്പരകളുടെ തുടക്കം അൻവറിൻ്റെ പത്രസമ്മേളനങ്ങളാണ്. മലപ്പുറത്ത് നടക്കുന്ന പോലീസ് എക്സസസിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. അത് തന്നെ എഗൈൻ അൻവർ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ കൃത്യം 1 വർഷം മുമ്പ് ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ സംസാരിച്ച വിഷയമാണ്. അപ്പോൾ അവിടെ സുജിത് ദാസ് എന്ന് പറഞ്ഞിട്ടൊരു പോലീസ് ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു ജില്ലയിലെ SP ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. പിണറായി വിജയനുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു പോലീസ് ഓഫീസർ. അപ്പോൾ അവിടെ പല കാര്യങ്ങൾ നടക്കുന്നു. എന്ത് കാര്യങ്ങൾ? ഈ സ്വർണം അവിടെ കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തേക്ക് വരുന്ന സ്വർണം അത് പോലീസ് പിടിക്കുന്നു. അത് തന്നെ ഒരു പ്രശ്നമുണ്ട്. നമ്മളന്ന് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ CPR സൈബർ ഹാൻഡിലുകളൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അവിടുന്ന് കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതിലുള്ള മൗദൂദികളുടെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ കസ്റ്റംസിനെ വെട്ടിച്ചത് പുറത്തേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഷീൻസുള്ള എക്സ്റേ മെഷീൻസൊക്കെ ഉള്ള ഒരു എയർപോർട്ടിൽ നിന്ന് ഇത് പുറത്തേക്ക് വരുന്നു. അവിടെ തന്നെ ഒരു പ്രശ്നമുണ്ട്. പുറത്തേക്ക് വരുമ്പോഴേക്ക് പോലീസിൻ്റെ പിടിയിലാവുന്നു. ഈ മെഷീൻസിന് കസ്റ്റംസിലെ ഉദ്യോഗസ്ഥർക്ക് ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് മെഷീൻസ് ഉള്ള അവന്മാർക്ക് പിടിക്കാൻ പറ്റാത്ത ഈ സാധനം ലോക്കൽ പോലീസിന് പിടിക്കാൻ പറ്റും. ദാറ്റ് ഇറ്റ് സെൽഫ് ഒരു മെഷീനും ഇല്ലാതെ ദാറ്റ് ഇറ്റ് സെൽഫ് പ്രോബ്ലമാറ്റിക്. എന്നിട്ട് അത് സ്ഥിരമായിട്ട് അത് ഉരുക്കാൻ കൊടുക്കുന്നത് ഒരു പെർട്ടിക്കുലർ തട്ടാൻ്റെ അടുത്താണ്. അയാളുടെ പേരൊക്കെ വന്നാൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആളുടെ അടുത്ത്. അയാളാണെങ്കിൽ കാണാൻ അയാൾ വീട് വലുതായിക്കൊണ്ടിരിക്കുന്നു, അയാൾ സ്വത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണ് ഈ എം.ആർ. അജിത് കുമാർ ചിത്രത്തിലേക്ക് വരികയാണ്. സുജിത് കുമാർ അവിടെ നിന്ന് മാറുന്നില്ല, സുജിത് ദാസ് അവിടെ നിന്ന് മാറുന്നില്ല. എം.ആർ. അജിത് കുമാറിന് ഇതിലെ പങ്കുണ്ട്, ഇതിലെ പങ്ക് പറ്റുന്നുണ്ട്. ഈ സ്വർണം പൊട്ടിച്ചെടുത്ത സ്വർണം വീതിച്ചെടുക്കുന്നതിലെ ഒരു പങ്ക് എം.ആർ. അജിത് കുമാറിന് പോകുന്നു എന്ന് കേരളത്തിലെ മാധ്യമങ്ങളോ പ്രതിപക്ഷ രാഷ്ട്രീയക്കാരോ ഒന്നുമല്ല പറയുന്നത്. ആരാ പറയുന്നത്? ഭരണപക്ഷ MLA ആയിട്ടുള്ള അൻവറാണ്. അയാൾ MLA ആയിരിക്കുകയാണ് പറയുന്നത്. CPMൻ്റെ MLA ആയിരിക്കുകയാണ് പറയുന്നത്. ഈ ചങ്ങായി ഇതിൽ പങ്കുപറ്റുന്നുണ്ട്. അവനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, ശശിയാണ് സംരക്ഷിക്കുന്നത്. അവനെ തൊടില്ല എന്ന് പറയുന്നു. അവിടെ നിന്നാണ് ഈ സംഗതി ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ പുതിയ കാര്യങ്ങൾ വരുന്നു. സ്വർണം പൊട്ടിക്കൽ വരുന്നു, ഈ വ്യാജ NDPS കേസുകൾ വരുന്നു. പോലീസ് തന്നെ മയക്കുമരുന്ന് കൊണ്ടുവരിക, എന്നിട്ട് അവർ ഉദ്ദേശിക്കുന്ന ആളുകളുടെ വണ്ടിയിൽ ബോണറ്റിൽ എറിഞ്ഞു പിടിപ്പിച്ച് പ്രതിയാക്കിയെന്ന് ഒരു സംഭവം ഓർമ്മയുണ്ടോ? അന്നൂർ പറഞ്ഞത് പോലീസുകാരൻ എറിഞ്ഞു പിടിപ്പിച്ചു. അവനക്ക് പിടിക്കേണ്ട ഒരാളുടെ വണ്ടിയുടെ ബോണറ്റിൽ ഈ സാധനം എറിഞ്ഞു പിടിപ്പിച്ചു, അവനെ പ്രതിയാക്കി. CPM MLA ആയിരുന്ന ആൾ പറഞ്ഞാൽ കേട്ടോ. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ CPM MLA ആയിരുന്ന അൻവർ പറഞ്ഞാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരികയാണ്. അതിനകത്തൊക്കെ ഒരു ഭാഗത്ത് ഈ മനുഷ്യൻ്റെ പേര് വരിക. ഇവിടുന്ന് ഒരു വ്യവസായിയെ കാണാതായി കോഴിക്കോട് നിന്ന്, ഒരു റിയൽ എസ്റ്റേറ്റ് മാമി തിരോധാന കേസാണ് ഇപ്പോഴും അതിന് പറയുന്നത്. എടവണ്ണയിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നു. താനൂരിൽ താമർ ജിഫ്രി കൊല്ലപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള അപസർപ്പക കഥകളല്ല സംഭവങ്ങൾ. അതിലൊക്കെ എപ്പോഴും ഒരു പേരാരാണ്? സുജിത് ദാസ്, എം.ആർ. അജിത് കുമാർ, ഇങ്ങനെയൊക്കെയുള്ള സംഗതി വരുന്നു. ഇദ്ദേഹം അവിടെ ഇങ്ങനെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ആളായിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ ആ മനുഷ്യൻ സർവ്വപ്രതാപിയായിട്ടുള്ള മനുഷ്യനാണ്, അവനെ തൊടില്ല കേട്ടോ, UDF-കാർക്കും തൊടാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതല്ല, ഇതുവരെ അദ്ദേഹത്തിന് മേലെ ആരോപിക്കപ്പെടാത്തൊരു വിഷയത്തിൽ അദ്ദേഹത്തിന് നടപടി എടുത്തിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഷൻ നടപടിയല്ല കേട്ടോ, സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് അന്വേഷണ വിധേയമായിട്ടാണ്, ഒരു പ്യൂണിറ്റീവ് മെഷർ അല്ല. എനിവേ പക്ഷേ സർവീസിൽ ഒരാൾ സസ്പെൻഡ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ ഇറ്റ് രജിസ്റ്റേഴ്സ്, അതിനൊരു വെയിറ്റ് ഉണ്ട്. ഇത്ര അത് എഗൻ നോക്കണം. നേരത്തെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ടുണ്ടായിരുന്നില്ല. SIT അന്വേഷിക്കുമ്പോൾ ഇത് അതിനകത്തും ഉടായ്പ കളിക്കാൻ ഇദ്ദേഹം നിന്നു എന്നുള്ളതാണ് ആരോപണം. ആ റിപ്പോർട്ട് ഞാൻ വായിച്ചു. ഇത്രയും വിശദമായ ഒരു സസ്പെൻഷൻ ഓർഡറുമായി ബന്ധപ്പെട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് അത് 3.5 പേജ് ഉണ്ട് അത്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലായത് ഓഫ് കോഴ്സ് ആഭ്യന്തരമന്ത്രി അതിൽ നിലപാടെടുത്തു, മുഖ്യമന്ത്രിയുടെ ഓഫീസും വളരെ കർശനമായിട്ടുള്ള നിലപാടെടുത്തു. അപ്പോൾ അതുകൊണ്ട് അവർ ഇതുവരെ നമ്മൾ കേൾക്കാത്തൊരു വിഷയത്തിൽ ഇദ്ദേഹത്തിനെതിരെ ആക്ഷനുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇതേ ഇച്ഛാശക്തിയോടുകൂടി സർക്കാർ പെരുമാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഈ വിഷയത്തിൽ അവരങ്ങനെ നിലപാടെടുത്തുകൊണ്ട് അവർ എന്തെങ്കിലും പ്രത്യേകിച്ച് റിസർവേഷൻ അതിനകത്തുണ്ട് എന്ന് തെറ്റിദ്ധരിക്കേണ്ട യാതൊരു സാധ്യതയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് കാരണമായിട്ടുള്ള ഒരു പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിൽ അതിലൊരു പോയിൻ്റാണ് MR അജിത് കുമാർ എന്ന് പറയുന്നത്. ഇവർ UDF-ന് ലഭിച്ച, സതീശന് ലഭിച്ച മാൻഡേറ്റിൻ്റെ പിറകിൽ അതുണ്ട്. MR അജിത് കുമാറിനെ പോലുള്ള ഒരു പോലീസ് ഓഫീസർ നടത്തിയിട്ടുള്ള എക്സസുകൾ, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഭരണകൂടം നടത്തിയിട്ടുള്ള അത്യാചാരങ്ങൾ, അതിനെതിരായിട്ടുള്ള പ്രതിഷേധം, അതുകൂടെ ആണ് ഈ സർക്കാരിൻ്റെ മാൻഡേറ്റ്. ഈ സർക്കാർ അത് മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കാം.